ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ആൻഡ് ടേസ്റ്റി സ്പൈസി ബോണ്ട റെസിപ്പിയാണ്. ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് അരിപ്പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ, അപ്പോഴേ എനിക്കെന്തോ സാറ്റിസ്ഫാക്ഷൻ തോന്നുള്ളൂ. ഞാനിതൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണ്. ഈ പൊടികളെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബാറ്റർ ആക്കി മാറ്റുക. ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയും അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് നല്ല പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് നല്ലോണം സോട്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ളി നല്ല ട്രാൻസ്പാരൻ്റായി വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ എരിവിനായിട്ട് ഞാൻ പച്ചമുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത്, മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. കാശ്മീരി ചില്ലി പൗഡർ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 പൊട്ടറ്റോ നല്ലവണ്ണം വേവിച്ച് ഉടച്ചെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നല്ലവണ്ണം മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം യോജിക്കുക. മസാലയായിട്ട് നല്ല സിം തീയിൽ പൊട്ടറ്റോ ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് 2 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ ഉപ്പ് ഞാൻ പൊട്ടറ്റോ ഓൾറെഡി ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തത്. എങ്കിലും നിങ്ങൾ കുക്ക് ചെയ്ത് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കൂട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാലകൾ ഓരോന്നും എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾസ് ആക്കാം കേട്ടോ. വലിയ ബോണ്ടയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിതിപ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഓരോ ബോൾസും തയ്യാറാക്കിയെടുക്കുക. ശേഷം ഓയിൽ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഓരോ ബോൾസും ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറുഭാഗം കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ബോണ്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മാവൊന്നും ഒരുപാട് അങ്ങോട്ട് ബലമല്ല, എന്നാൽ ഒരുപാട് നൈസും അല്ല, അത്യാവശ്യം സോഫ്റ്റാണ്. മസാലയും ഒരുപാട് മസാലക്കുത്തൊന്നും ഇല്ലാതെ തന്നെ പച്ചമുളകിൻ്റെ എരിവല്ലേ, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഈ ബോണ്ട റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വന്ന മാവിൽ ഞാൻ ജസ്റ്റ് ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് മാവിലൊന്ന് മുക്കി ഫ്രൈ ചെയ്തെടുത്തതാട്ടോ അത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.